നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LGS എക്സാം നവംബർ 2-ാം തീയതി പല ജില്ലകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സാം ടൈം 1 മണിക്കൂർ 30 മിനിറ്റാണ്, 1.5 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 100 മാർക്സിൻ്റെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് GK ഒരു 80 എണ്ണോളം ഉണ്ട്. ബാക്കി മാത്സ് തുടങ്ങിയ പോർഷൻസാണ് വരിക. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻസിൽ ലോക്പാൽ, ഇലക്ഷൻ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. നമ്മുടെ ആൻസർ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിൽ നീതി ആയോഗ് വന്നത് എങ്ങനെയാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമാണെന്ത് നീതി ആയോഗ് വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താ വേറൊരു പേര്? ആസൂത്രണ കമ്മീഷൻ എന്നും കൊടുക്കാണ്ടല്ലേ, ആസൂത്രണ കമ്മീഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് എന്ത് വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ വന്നത് എന്നാണ്? 1950 മാർച്ച് 15. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിന് പകരം നീതി ആയോഗ് വന്നത് എന്നായിരുന്നു? 2015 ജനുവരി 1-ാം തീയതി. അപ്പം നീതി ആയോഗ് 2015 ജനുവരി 1-ന് അല്ലേ? അതിന് മുൻപ് ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. അത് 1950 മാർച്ച് 15-നും ആയിരുന്നു. അടുത്ത് നോക്കാം. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ലക്നൌവിൽ കൊടുത്തത് ആരായിരുന്നു? ആൻസർ ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്ത ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. അതുപോലെ തന്നെ ഔദ് എന്ന സ്ഥലവും ലക്നൗ, അതുപോലെ ഔദ് അതുപോലെ ആഗ്ര, ഇത് മൂന്നും ആര് തന്നെയാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ആഗ്രം അല്ല, ആഗ്ര. ബീഗം ഹസ്രത്ത് മഹൽ തന്നെയാണ്. ലക്നൌവിൽ, ഔദിൽ, ആഗ്ര എന്നീ സ്ഥലങ്ങളിൽ ആര് തന്നെയാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഇവിടെ നാനാ സാഹിബും താന്തിയോ തോപ്പിയുമുണ്ട്. ഇവ രണ്ടും ഏത് സ്ഥലം അറിയാമോ? ഏത് സ്ഥലങ്ങളിലെയാണ്? കാൺപൂരാണ്. കാൺപൂർ. ഇവിടെ പറയാം ലക്നൗ, ഔദ്, ആഗ്ര. അവിടെ 3 സ്ഥലങ്ങളിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നാനാ സാഹിബും താന്തിയോ തോപ്പിയും കൂടി എവിടെയായിരുന്നു? സ്ഥലത്തായിരുന്നു? കാൺപൂരാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നതിൽ ഏത് സംഭവമാണ് റൗലറ്റ് ആക്ട് എതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ആൻസർ എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏതാണത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഡേറ്റ് എന്നാണ്? നമ്മുടെ ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏത് സംഭവത്തിനെതിരെയായിട്ടാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി വന്നത്? ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഡേറ്റ് എന്നാണത്? 1919 ഏപ്രിൽ 13. ഏതാണിത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഡേറ്റ് എന്നാണ്? 1919 ഏപ്രിൽ 13. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതായിരുന്നു? റൗലറ്റ് ആക്ട് ആയിരുന്നു. ഏത് നിയമമാണിത്? റൗലറ്റ് ആക്ട്. അത് ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ്, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് ഉദാഹരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതായിരുന്നു? ഏത് സംഭവമായിരുന്നു കാരണം?
ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതായിരുന്നു? പ്ലേഗ് ബോണസാണ്. ഏത് സംഭവമാണത്? പ്ലേഗ് ബോണസ്. ഇതിൻ്റെ ശരിക്കുമുള്ള സംഘാടകൻ ആരാണ്? ഇതിൻ്റെയാണ് ഈ തുണിമിൽ സമരത്തിൻ്റെ ശരിക്കുമുള്ള സംഘാടകൻ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണിത്. ആദ്യത്തെ നിരാഹാര സമരമാണിത്. അല്ലേ? ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നിരാഹാര സമരമാണിത്, അഹമ്മദാബാദ് മിൽ സമരം. വർഷം കൂടി ഓർത്തിരിക്കാം, 1918 അല്ലേ? തൊട്ട് മുന്നേ നടന്ന സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ? അത് 17 സത്യാഗ്രഹമെന്നാണ് പറയുക കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം. അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണിത്, ചമ്പാരൻ സത്യാഗ്രഹം. 1917. 18 ആരാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. അതെന്താണ്? ആദ്യത്തെ നിരാഹാര സമരമാണ്. ഓക്കെ. ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പ്ലേഗ് ബോണസ്. നെക്സ്റ്റ് വൺ. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ഇതിൽ ആൻസർ എടുത്ത് കറക്റ്റല്ല. അടുത്ത് നോക്കാം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി. ഇതാണത്, വിദ്യാപോഷിണിയാണ്. സഹോദരൻ അയ്യപ്പൻ്റെത് വിദ്യാപോഷിണി. വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. അടുത്ത് നോക്കാം. സ്വാതന്ത്ര്യസമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ആൻസർ എന്താണ്? ആൻസർ CP ഗോവിന്ദപിള്ളയാണ്. ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയാണ്. ഇനി ഇവിടെ നോക്കുക. ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയാണ്. എന്നാൽ രണ്ടാമത്തെ ഒരാളുണ്ട്. സ്വദേശാഭി പത്രത്തിൻ്റെ രണ്ടാമത്തെ പത്രാധിപർ ആരായിരുന്നു? K രാമകൃഷ്ണപിള്ളയാണ്. ആരാണത്? K രാമകൃഷ്ണപിള്ള. ഇവിടെ ചോദ്യം നോക്കുക. സ്വാതന്ത്ര്യസമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? ആദ്യം ചോദിക്കുന്നപ്പോൾ CP ഗോവിന്ദപിള്ളയാണ്. രണ്ടാമത്തെ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? K രാമകൃഷ്ണപിള്ളയാണ്. ഇനി ഇതിൻ്റെ ഉടമ ആരാണ്? പേപ്പറിൻ്റെ പത്രത്തിൻ്റെ ഉടമ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത്. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ്? ഏത് സമരമാണത്? ആൻസർ ചാനാർ ലഹള. ഏതാണത്? ചാനാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്ന് അറിയപ്പെട്ട സമരം ഏതാണ്? ചാനാർ ലഹളയാണ്. ചാനാർ ലഹളയിലെ ചാനാർ കലാപം അല്ലേ? അതിൻ്റെ വർഷം ഏതാണ്? 1859. മാറുമറയ്ക്കൽ ചാനാർ ലഹള എന്നാണ് 1859. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനെതിരായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണിത്, ചാനാർ കലാപം. ഓക്കെ. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് സമരമെന്നും കൂടി പറയാറുണ്ട്. ഇതിന് വിളംബരം പുറപ്പെടുവിച്ചാരാണ്? ഇതിനെതിരായിട്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. അപ്പോൾ ചാനാർ ലഹള, മേൽമുണ്ട് സമരം, ഉത്രം തിരുനാൾ. വർഷം ഏതാണ്? 1859 ജൂലൈ 26. ഓക്കെ. ഇവിടെ മറ്റ് പല പ്രക്ഷോഭം അഞ്ചുതെങ്ങ് പ്രക്ഷോഭമുണ്ട്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെയൊക്കെ വർഷം. അഞ്ചുതെങ്ങ് കലാപം എന്നാണ്? 1697. അഞ്ചുതെങ്ങ് പ്രക്ഷോഭം 1697. ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ 1721. ഓക്കെ. ആ വർഷം കിട്ടിയല്ലോ. ചാനാർ എന്ന് പറയുമ്പോൾ ഇച്ചിരി പുറകോട്ട് പോകണം അല്ലേ? 1859 എന്ന് ഓർത്തിരിക്കുക. 1857 2 വർഷം പുറകിൽ മാറിയിട്ട് 59. 1857 മറക്കില്ലല്ലോ ഇല്ലേ? മഹത്തായ വിപ്ലവം
ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരമൊക്കെ മറക്കില്ല. അപ്പോൾ തൊട്ട് 2 വർഷം കൂടി നോക്കിയാൽ 1859 നമുക്ക് ഓർക്കാം അല്ലേ. അപ്പോൾ അത് വെൽമുണ്ട സമരം, ചാനാൻ ലഹള എന്നൊക്കെ ഓർക്കാം. ഉത്തരം തിരുനാളിനെ ഓർക്കാം. നെക്സ്റ്റ് നോക്കാം എല്ലാ ക്വസ്റ്റ്യൻസ്. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആൻസർ ഓപ്ഷൻ സി, തലക്കൽ ചന്തു. ഓപ്ഷൻ സി, തലക്കൽ ചന്തുവാണ് ആൻസർ. ഓക്കെ. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം വന്നാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ടുന്ന പിഴ എത്രയാണ്? ആൻസർ 250 രൂപയാണ്. 250 രൂപയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. രാജ്യസഭയിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ. നെക്സ്റ്റ്, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ആരാണത്? ലാലാ ലജ്പത് റായ്. ലാത്തി ചാർജ് എന്നൊക്കെ ഓർക്കാം ഇല്ലേ. എന്നാൽ സൈമൺ കമ്മീഷൻ കഴിഞ്ഞപ്പോൾ അതിന് ശേഷം മരിച്ച വ്യക്തി ആരാണ്? ശരിക്കും പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് അല്ലേ. ആരാണത്? ലാലാ ലജ്പത് റായ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഇംപീച്ച്മെൻറ്റിലൂടെ ഏറ്റവും വലിയ പദവിയായിരിക്കും അത്. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇംപീച്ച്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരെ പുറത്താക്കാൻ പറ്റൂ. അതാരാണിത്? രാഷ്ട്രപതി മാത്രമാണ്. രാഷ്ട്രപതിയാണ് ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാൻ കഴിയുക. ഇനി ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ലാഹോറാണ്. ഭഗത് സിംഗിൻ്റെ ചൗക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 86 86 ഭരണഘടനാ പദ്ധതി പ്രകാരം എന്താക്കി മാറ്റി? മൗലികാവകാശം അല്ലേ. എന്തായി? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അല്ലേ. എത്ര വയസ്സ് മുതലായിരുന്നു? 6 to 14 വയസ്സ് വരെ അല്ലേ ഉള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനാണ് താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കെൻഡ് കരാർ വന്നത്. നെക്സ്റ്റ് വൺ 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് എന്ന് പറയുന്നുണ്ട്. 91 സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവുമാണ്. ഉദാരവൽക്കരണം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥതയിലെല്ലാം എന്താക്കി മാറ്റുന്നുണ്ട്? പ്രൈവറ്റിൽ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായി മാറ്റി. സർക്കാരിൻ്റെ കയ്യിൽ നിന്നുമെല്ലാം എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണ് 91 നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടുന്നത്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്നുള്ള ചോദ്യം. ആൻസർ ഏതാണ് വരിക? നമുക്ക് ഓപ്ഷൻ ഡി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ആൻസർ ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്. ദേശീയ ഗ്രാമീണ
വികസന ബാങ്കിൻ്റെ പേരെന്താണ്? നബാർഡ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്കാണ് നബാർഡ് എന്നാണ് പറയുക. നബാർഡ് രൂപീകരിച്ചത് എന്നാണ്? 1982. 1982. 1982 82 ജൂലൈ 12 ജൂലൈ 12 നബാർഡ് രൂപീകരിക്കുക. അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന, ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബാങ്ക് ഏതാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്കിൻ്റെ പേര് നബാർഡ് എന്നാണ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് എന്നാണ്. അതിൻ്റെ രൂപീകൃതമായ വർഷം എന്നാണ്? 1982 ജൂലൈ 12. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് കേട്ടോ. മുംബൈയാണ് അതിൻ്റെ ആസ്ഥാനം. നബാർഡിൻ്റെത് മുംബൈയാണ് ആസ്ഥാനം. 1982 ജൂലൈ 12 ദേശീയ ഗ്രാമീണ വികസന ബാങ്കാണ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതാണെന്ത്? നബാർഡ് അല്ലേ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഒരു ദേശീയ ബാങ്കാണിത് നബാർഡ്. കൃഷി ഗ്രാമത്തിൻ്റെ വികസനമാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തേക്കാന്ന് ഓർത്തിരിക്കുക. ഇനി ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന WTO നിലവിൽ വന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നിട്ടുള്ളത്? GATT. ആൻസർ GATT, GATT. ഓക്കെ. നെക്സ്റ്റ്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്ക് ആയിരുന്നു? ആൻസർ എന്താണ്? അമേരിക്കയാണ്. കയറ്റുമതി അമേരിക്കയ്ക്കാണ്. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ആസ്ഥാനം, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാണത്? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിയിലെ ബോൺസായി വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ്? ബോൺസായി വനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഒരു പ്ലാന്റിന് വേണ്ടി തുടങ്ങിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ കുറിഞ്ഞിമല. അതാണത്, കുറിഞ്ഞിമല അല്ലേ, കുറിഞ്ഞിമല. നെക്സ്റ്റ്, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. നെക്സ്റ്റ് വൺ, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് ലാറ്ററേറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അല്ലേ, റബ്ബർ കൃഷിക്ക് ലാറ്ററേറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിളിക്കപ്പെടുന്ന നഗരം കോട്ടണോപോളിസ് അല്ലേ, സ്ഥിരം ക്വസ്റ്റ്യനാണ്. കോട്ടണോപോളിസ് എന്ന് പറയുമ്പോൾ മുംബൈയാണ്. കോട്ടണോപോളിസ് മുംബൈയാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതാണ്? പമ്പയുണ്ട്, ചാലിയാറുണ്ട്, കല്ലടയാറും പെരിയാറും ഉണ്ട് അല്ലേ. ഇതിലേതാ വരിക? കല്ലടയാർ അല്ലേ, കല്ലടയാർ. ഓക്കെ, പെടാത്തതാണ് കല്ലടയാർ. മലനാട് ഇല്ലാത്ത ജില്ല. മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പയുടെ വൃഷ്ടിപ്രദേശം ഏതാണ്? എത്രയുണ്ട്? 2235 ചതുരശ്ര കിലോമീറ്ററാണ്. 2235 ചതുരശ്ര കിലോമീറ്ററാണ്. നെക്സ്റ്റ് വൺ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. NH 544
പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. NH 544 പാലക്കാട് വഴി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഈ കൊടുത്തേക്കുന്നതിൽ അഫ്ഗാനിസ്ഥാൻ. അടുത്തത്, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഇടിയോടുകൂടിയ മഴ ഉഷ്ണകാലത്താണ്. ഇടിയോടുകൂടിയ മഴ എവിടെയാണത്? പശ്ചിമ ബംഗാളിൽ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടി ശക്തമായ മഴ ഏതാണ്? ആൻസർ കാൽബൈശാഖി അല്ലേ? ഇടിയോടുകൂടിയ മഴയാണിത്, കാൽബൈശാഖി. ഇടിയോടുകൂടിയ മഴ കാൽബൈശാഖി. ഉഷ്ണകാലം എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തര കേരളത്തിലെ ആൻസർ പൂക്കോട് തടാകം. പൂക്കോട് തടാകം എവിടെയാണ്? വയനാടാണ് കേട്ടോ. പൂക്കോട് തടാകം വയനാടാണ്. ഇനി, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതായിരുന്നു? ജസ്പ. എന്ത് ഇമ്പോർട്ടൻറ്റ് സിംഹത്തിനല്ലേ? അവർ മരിച്ചു പോയതുകൊണ്ട് ജസ്പ. ഇവിടെ വെച്ചാണ്? മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് മരണപ്പെട്ട സിംഹത്തിൻ്റെ പേരാണ് ജസ്പ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഇത് അബ്ദുറഹ്മാൻ മാറിയിട്ട് നമ്മുടെ ടീച്ചറിനായിട്ടില്ലേ? ശരിയല്ലേ? ടീച്ചറിനല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഇത് കറക്റ്റാക്കി നോക്കി കമൻറ്റ് ചെയ്യും കേട്ടോ. ടീച്ചറിയൻ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കറക്റ്റ് നോക്കിയിട്ട്. ഓക്കെ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗോദാവരി. നെക്സ്റ്റ് വൺ, തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ടായിരുന്നു? ആൻസർ 12%. അപ്പോൾ ഈ തീരപ്രദേശം, മലനാട്, ഇടനാടില്ലേ, പർവ്വതം, അങ്ങനെ ഒരു കാറ്റഗറി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഭൂപ്രകൃതിയിലുണ്ട്. അപ്പോൾ ആ ഭൂപ്രകൃതിയിലുള്ള ഭാഗത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ വന്നില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് നോക്കണം. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? 12% ഉണ്ട്. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ചണം 2ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്ക് അല്ലേ? വിട്ടുകൊടുക്കില്ല, ഇന്ത്യക്കാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ട്രോഫി അല്ലേ? ഏറ്റവും മികച്ചതിന് കൊടുക്കുന്ന അവാർഡ് എന്താണ്? ട്രോഫി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സ്വരാജ് ട്രോഫി അല്ലേ? സ്വരാജ് ട്രോഫി. സ്വരാജ് അല്ല, സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1ഉം 4ഉം ശരിയാണ് അല്ലേ? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് 1948 ആണ്. MN റോയിയാണ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് 1948 MN റോയിയാണ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ്? അല്ലേ? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി 74-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 5th പ്ലാൻ ഏതായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. 10ാം പദ്ധതി 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 5 എന്ന് പറയുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 7 എന്ന് പറയുമ്പോൾ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 10 എന്ന് പറയുമ്പോൾ മൂലധന നിക്ഷേപം. ഓക്കെ.
നെക്സ്റ്റ് വൺ, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ ലിക്വിഡ് പാർട്ടി. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് സഭയിൽ, ഏത് രാജ്യത്തെ സഭയാണ് അറിയപ്പെടുക? പ്രഭുസഭ. ആൻസർ ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ആരൊക്കെ ചേർന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങളും 7 ഡീംഡ് അംഗങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 5 മുഴുവൻ സമയ അംഗങ്ങളുണ്ട്, 7 ഡീംഡ് അംഗങ്ങളുമുണ്ട്. ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 മുഴുവൻ സമയ അംഗങ്ങളും 7 ഡീംഡ് അംഗങ്ങളും. നെക്സ്റ്റ് വൺ, ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമിയുടെയാണ് വല്ലി എന്ന് പറയുന്നത്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഇവിടെ കൊടുത്തേക്കുന്നതിൽ ആരും തന്നെ അല്ല എന്നാണ് ആൻസർ. നെക്സ്റ്റ്, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കർണാടക. ട്രാൻസ്ജെൻഡറിന് സംവരണം ഏർപ്പെടുത്തിയത് കർണാടകയാണ്. നെക്സ്റ്റ് വൺ, ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരി. ജിമ്മി ജോർജും വോളിബോൾ ശരിയാണ്. ബോബി അലോഷ്യസ് ഹൈ ജമ്പ് ശരിയാണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ശരിയാണ്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. നെക്സ്റ്റ്, കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? ഉൾപ്പെടാത്ത ഫലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മാങ്ങയാണ്. കപടഫലമല്ലാത്തത് ആരാണ്? മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ് ആകാൻ കഴിയാത്ത ജീവിവർഗം. മാംസഭുക്കുണ്ട്, സസ്യഭുക്കുണ്ട്, മിശ്രഭുക്കുണ്ട്, വിഘാടകരുണ്ട്. ആദ്യത്തേതാവാൻ കഴിയാത്തത് ആരാണ്? മാംസഭുക്കാണ്. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യം വരുന്ന ആരാണ്? ആഹാര ശൃംഖലയിൽ ആദ്യം വരുന്നത് പ്ലാന്റ്സ് അല്ലേ, സസ്യങ്ങളാണ്. അത് കഴിയും അവരെ കഴിക്കുന്ന സസ്യഭുക്കുകൾ വരുന്നു അല്ലേ. അത് കഴിയുമ്പോൾ ആര് വരുന്നുണ്ട്? മിശ്രഭുക്കുകൾ ആണോ, മാംസഭുക്കുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക്, സസ്യഭുക്കിൻ്റെയും മാംസഭുക്കിൻ്റെ ഇടയ്ക്ക് ആര് വരാം? ഇവിടെ മിശ്രഭുക്ക് വരാം. സസ്യഭുക്ക് പോകാറുണ്ട് അല്ലേ, സസ്യങ്ങളെയും കഴിക്കും ഒരു മാംസത്തിനെയും കഴിക്കും. ഇത് കഴിഞ്ഞ് സസ്യഭുക്കുകൾ കഴിയുമ്പോൾ എന്താണ്? സസ്യങ്ങൾക്ക് വിഘടിച്ച് പോകരുത്, വിഘാടകരാവരുതോ അല്ലേ. സസ്യങ്ങൾ കഴിയുമ്പോൾ അവർ മരിച്ചു കഴിയുമ്പോൾ എന്തായിരുന്നുണ്ട്? അവരെ ഭക്ഷിക്കുന്ന വിഘാടകത്തിന് വിഘടിക്കുന്ന ബാക്ടീരിയാസില്ലേ, ഫംഗസില്ലേ, വിഘാടകർ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദ്യം വരുന്നത്. ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ്, ആദ്യം കഴിക്കുന്ന ആൾ അല്ലേ, ആവാൻ കഴിയാത്ത ആരാണ്? മാംസഭുക്ക് അല്ലേ. ആദ്യം കഴിക്കുന്ന സസ്യഭുക്കിന് ആരും കഴിക്കാം അല്ലേ. മിശ്രഭുക്ക് എന്ന് പറയുമ്പോൾ സസ്യം പ്ലസ് സസ്യം കഴിക്കും, ഒരു മാംസ്യം കഴിക്കും. വിഘാടകർ എന്ന് പറയുമ്പോൾ സസ്യം കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? സസ്യം നശിച്ച് പോകുമ്പോഴത്തേക്ക് അവരെ വിഘടിപ്പിക്കാനില്ലേ, പ്ലാന്റ്സിനെ വിഘടിപ്പിക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ വിഘടിപ്പിക്കുന്നത് ആര് തന്നെയാണ്? ഈ പ്ലാന്റ്സിനെ വിഘടിപ്പിക്കുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് തന്നെയാണ്. നമ്മുടെ ആൻസർ എടുത്തത് മാംസഭുക്ക് ആണ്. നല്ല മഴ. നെക്സ്റ്റ് വൺ, ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ആഹാരത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഏതാണ് നമുക്ക് വരേണ്ടത്? ജീവകം ഡി ആണ്. ഇതെവിടെ നിന്ന് കിട്ടും? നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് ജീവകം ഡി ലഭിക്കുക. ആഹാരത്തിലൂടെയും കിട്ടാറുണ്ട്. എന്നാൽ മെയിൻലി ആഹാരത്തിലെല്ലാം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്കത് ലഭിക്കുക അല്ലേ. നമ്മുടെ ത്വക്കിനടിക്കുള്ള ആ കൊഴുപ്പില്ലേ, അത് അഡിപ്പോസ് ടിഷ്യൂലുള്ള കൊഴുപ്പൊക്കെ അതിനെ എടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ വൈറ്റമിൻ സിയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഡി അബ്സോർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിലൂടെ അല്ലാതെ ജീവകം കിട്ടുന്നത് ആരാണ്? ജീവകം ഡി നമുക്ക് കിട്ടാം അല്ലേ. ഇനി മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? അവസാനം മുളയ്ക്കുന്ന പല്ല് ഏതാണ്? ചർവർണകമാണ്. ചർവർണകം ആണ്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളമാണ്. നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതൊക്കെയാണ്? ആൻസർ ടോക്കോഫെറോൾ ആണ്. ഇതാണ് ടോക്കോഫെറോൾ.
ഫുറോൾ അല്ലേ, അത് ഈ ലെവല് ടോക്കോ ഫുറോളാണ് വരിക. തയാമെന്ന് പറയുമ്പോൾ B1 അല്ലേ, B1ഉം B3യും ഒക്കെ അല്ലേ വരുന്നുണ്ട് ഇവിടെ. റൈബോഫ്ലാവിൻ തയാമെൻ നമുക്കറിയാം, B1 ബെർബറി അല്ലേ, അത് തവിടിലടങ്ങിയ ഭക്ഷണമാണ് തയാമെന്ന് പറയുക. ടോക്കോഫുറോൾ നമ്മുടെ ആൻസർ കൊടുത്തത് ടോക്കോഫുറോൾ, വൈറ്റമിൻ ഇ ആണ് ടോക്കോഫുറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ആൻസർ മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നു. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പായിരിക്കും. പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആരാണ്? പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ അതെന്താണത്? വെളുപ്പാണ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഏത് പ്ലാസ്റ്റിക്കാണ്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുക എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഏത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അടുത്തത്, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് ഏതാണിത്? 5 pH ഉള്ളതിനാണ് കുമ്മായം ചേർക്കുക അല്ലേ. ഇത് 7ലേക്കാളും കുറഞ്ഞിട്ടുള്ള 5ലാണ് നമുക്ക് കുമ്മായം ചേർക്കേണ്ടത്. ഇനി സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുക്കുന്നുണ്ട്. ശരിയായത് ഏതൊക്കെയാണ്? ഏതാണ് സമതല ദർപ്പണം? സമതല ദർപ്പണം എന്തൊക്കെയാണ് ശരിയായത് നോക്കാം നമുക്ക്. 1ഉം 2ഉം ശരിയാണ്. വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബം കാണാൻ കഴിയുന്നു. പിന്നെ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പിന്നെയോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. അതായത് ഒരു വസ്തു ഒരു തുരന്ന ആ സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അതുപോലെ സ്വന്തവശത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തു ഒരു തുരന്ന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തവശത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. നെക്സ്റ്റ് നോക്കാം. 2021 ജൂലൈയിൽ ജെഫ് ബോസസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? ആൻസർ വാലി ഫങ്ക്. വാലി ഫങ്ക് ആണ്. നെക്സ്റ്റ് വൺ. ഗാനിമെഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമെഡ് എന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമെഡ് എന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമെഡ് എന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴം. ഗാനിമെഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? പെൺ എഡീസ് അല്ലേ, ഫീമെയിൽ എഡീസ് ആണ്. എഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി. പെൺ എഡീസാണ് പരത്തുന്നത് അല്ലേ. ഡെങ്കിപ്പനി പെൺ എഡീസ്, അതിങ്ങനെ പഠിച്ചു വെച്ചേക്കാം. പെൺ എഡീസ് അല്ലേ, ഫീമെയിൽ എഡീസ്. നെക്സ്റ്റ് വൺ. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. അതിനകത്തുനിന്ന് ഇത് AB രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്ന് പറയുമ്പോൾ അവിടെ അത് ശരിയല്ല. DTP ഒരു വാക്സിനാണ്. ഡോട്ട്സ് ക്ഷയത്തിന് കൊടുക്കുന്നത്. അഡ്രിനാലിൻ എന്ന് പറയുമ്പോൾ ഹോർമോണുമാണ്. AB രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് സാർവിക ദാതാവല്ല അല്ലേ. ദാതാവ് ശരിക്കും എപ്പോഴാരാണ്? O പോസിറ്റീവാണ് സാർവിക ദാതാവ്. AB ആരാണ്? സാർവിക സ്വീകർത്താവുമാണ് അല്ലേ. അത് ശരിക്കും അറിയാമെങ്കിൽ നമുക്കത് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ C ആണ്. ഇനി മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഏത് വിറ്റാമിൻ്റെ, ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ് മുറിവിൽ നിന്നും അധികം രക്തസ്രാവം ഉണ്ടാകുന്നത്? ഏതിൻ്റെയാണത്? വിറ്റാമിൻ കെ. ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ ആരും കൂടി ആവശ്യമുണ്ട്? വിറ്റാമിൻ കെ ആവശ്യമുണ്ട് അല്ലേ. വിറ്റാമിൻ കെ ആവശ്യമുണ്ട്. അപ്പോൾ ബ്ലഡ് പക്ഷേ ക്ലോട്ട് ചെയ്യാതെ ഇങ്ങനെ പോകുന്നൊരു അസുഖമുണ്ട്. ഏതായിരുന്നു അത്? ഹീമോഫീലിയ. ജനറ്റിക് ഡിസോർഡറാണ് അല്ലേ, ജനിതക രോഗമാണത്. അപ്പോൾ ഇവിടുത്തെ വിറ്റാമിൻ ഏതാണ്? പോഷകത്തിൻ്റെ കുറവ് ഏതായിരുന്നു? വിറ്റാമിൻ കെ ആണ്. ബ്ലഡ് ക്ലോട്ട്, ബ്ലഡ് രക്തം കട്ട പിടിക്കണമെങ്കിൽ ആര് വേണം? വിറ്റാമിൻ കെ എന്ന് പറയുന്ന വിറ്റാമിൻ അല്ലേ, അത് ആവശ്യമുണ്ട്. ഇനി നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? നാക്കോ ഏത് രോഗം ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം. ജലം വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോളറ. മലിനമായ ജലം കുടിക്കുക, അതിൽ ഇതൊക്കെ ആവുകയോ ചെയ്യുമ്പോഴാണ് കോളറ ഉണ്ടാവുക.
കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റി വയ്ക്കാനാവുന്നത് അല്ലേ? ഏത് ഭാഗമാണ് മാറ്റി വെക്കുക? നമ്മൾ നേരത്തെ എന്താ കരുതി പണ്ടൊക്കെ കണ്ണങ്ങോട്ട് മാറ്റി വെക്കുമെന്നാണ് പറയില്ലേ? എന്നാൽ ഏത് ഭാഗമാണ് കണ്ണിൻ്റെ മാറ്റി വെക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ കോർണിയ മാത്രം അല്ലേ? ഏറ്റവും മുൻപിലുള്ള കണ്ണിൻ്റെ മുൻപിലുള്ള ഭാഗം മാത്രമാണ് എടുത്ത് മാറ്റി വയ്ക്കുക. കോർണിയാണ് മാറ്റി വയ്ക്കുക. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായികതാരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ എല്ലാം ഉണ്ടാകില്ലേ? മുഖക്കുരു ഓർക്ക് വർദ്ധിക്കാം, മാനസിക ചാഞ്ചാട്ടം ഉണ്ടാക്കാം, വർദ്ധിച്ച ആക്രമണാത്മകത ഉണ്ടാവും അല്ലേ? വർദ്ധിച്ച ആക്രമണ മനോഭാവം ഉണ്ടാകുന്നുണ്ട്. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം ഇതെല്ലാം അവർക്ക് അല്ലേ ഉത്തേജക മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച ഏതിൻ്റെ ലക്ഷണമാണ്? അർബുദം, ക്യാൻസർ. നെക്സ്റ്റ്, വളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവുണ്ടാവുന്നു? വളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവുകൊണ്ടാണ് ഉണ്ടാവുക? ഏതാണ്? ഇരുമ്പാണ് അല്ലേ? വളർച്ച അല്ലെങ്കിൽ അനീമിയ ഏതിൻ്റെ കുറവാണ്? ഇരുമ്പ്. നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിൽ ആരുണ്ട്? മുഴുവൻ പാർട്ടും അല്ലേ? അതിൻ്റെ ഹീമോഗ്ലോബിൻ അല്ലേ? ഹീമോഗ്ലോബിൻ്റെ കൂടെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലേ? ഹീമോഗ്ലോബിൻ കുറയുമ്പോഴും വളർച്ച എന്നല്ലേ പറയാം. ഹീമോഗ്ലോബിൻ്റെ കൂടെ ആരാണ് കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്നത്? ഇവിടെ ഇരുമ്പാണ് അല്ലേ? Fe ആണ് കമ്പൈൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇരുമ്പ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നു. കമ്പൈൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്സിജനെ കൊണ്ടുപോകുന്ന ആരാണ്? ഹീമോഗ്ലോബിനാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് കൊണ്ടല്ലേ പോകുന്നത്. ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആകും അല്ലേ? അപ്പോൾ ഇത് ഉണ്ടാവണേ ആര് വേണം? അതിൻ്റെ കൂടെ Fe, അയൺ വേണം അല്ലേ? ഇരുമ്പ് വേണം. അപ്പോൾ ഇവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്താകത്തുള്ളൂ? ഈ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജനെ കൊണ്ട് കൊടുക്കുകയുള്ളൂ അല്ലേ? അവർക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക അല്ലേ? അത് തിരിച്ച് ഡിയോക്സി ആയിട്ട് മാറുന്നുണ്ട്. അപ്പം അയണും അല്ലെങ്കിൽ ഇരുമ്പും ഹീമോഗ്ലോബിനും ഓക്സിജനും എല്ലാം കമ്പൈൻ ചെയ്യണം എങ്കിൽ മാത്രം നമുക്ക് കിട്ടും ഓക്സിജൻ, നമുക്ക് ഓരോ കോശം കിട്ടത്തുള്ളൂ. എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുകയുള്ളൂ. നമുക്ക് ഊർജ്ജം അല്ലെങ്കിൽ ഇടിച്ച് നടക്കാനോ ഓടിച്ച് നടക്കാനോ ഒക്കെ സാധ്യമാകുള്ളൂ. സോ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്? ഇരുമ്പിൻ്റെയാണ്. ഇനി കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? സ്വാന്തന പരിചരണ നയം 2008 പാലിയേറ്റീവ് കെയർ വരുന്നത്. 2008. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത്. ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമാണ്. നിശാന്തത കുട്ടികളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഏതാണ് കാരണമായത്? എന്തുകൊണ്ടാണ് നിശാന്തത ഉണ്ടായത്? കാരണം ഈ മാലക്കണ്ണെന്ന് പറയില്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്? കാരണം എന്താണ്? എന്തിൻ്റെ കുറവുണ്ടായി? വിറ്റമിൻ എയുടെ കുറവുണ്ടായി അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്താ കൊടുക്കുക? ഏതിന് എന്തായാലും എന്ത് കൊടുക്കുന്നുണ്ട്? അവർ വിറ്റമിൻ എ അഡീഷണലായി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വിറ്റമിൻ എ അഡീഷണലായി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പദ്ധതിയുടെ ഭാഗമായിട്ടാണത് ചെല്ലുക. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇഞ്ചക്ഷൻ ഏത് വാക്സിൻ ഒക്കെ ചെന്നാലും ഇല്ല, അതിൻ്റെ കൂടെ അഡീഷണൽ എന്താ കൊടുക്കുക? കൊച്ചിലെ മുതൽ വൈറ്റമിൻ എ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്, നിശാന്തത ഉണ്ടാവരുന്നുള്ള കാരണമാണ്. ഓക്കെ, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കേരളം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീര ഭാരാനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി ആണിത്. 18.5 to 24.9 kg/m². ഇനി 81 ആൻസർ ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ 10⁻⁶/10⁻³ എത്രയാണെന്ന് എഴുതുക അല്ലേ? 10⁻⁶/10⁻³ ആൻസർ ഓപ്ഷൻ എ ആണ്. 6 എന്ന് പറയുമ്പോൾ അതിനെ മൈനസ് ചെയ്യില്ല. 6 മൈനസ് 10⁻³ ചെയ്യാം. 10⁻³ വരും. 10⁻³ എന്ന് പറയുന്നത് എത്രയാണ്? 1000 അല്ല. ഈ 3 0 ഇട്ട് കൊടുത്തു 1000. ഓക്കെ, അറിയാവുന്ന കണക്കുകൾ ഇവിടെ എഴുതി വെക്കാം. 1 - 4 അല്ലേ? 1/4 എത്രയാണ്? 1 4 കുറച്ച് എത്രയാണ് സാധാരണ നമുക്ക് എത്ര വരിക അല്ലേ? 1 അതിൻ്റെ കാൽഭാഗം മാറ്റിയാൽ നമുക്ക് എത്ര കിട്ടാം ശരിക്കും? അതൊന്ന് ആലോചിച്ചല്ലേ? 3/4 സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ആൻസർ കിട്ടാം. നെക്സ്റ്റ് 2.5 അല്ലേ? ഇതിൻ്റെ ആൻസർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 6.25 അല്ലേ?
25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് 625 625 നമുക്ക് മിക്കവർക്കും അറിയാം. 25 എത്രയാണ്. അപ്പോൾ എത്രയാണ് 0.5 ഉണ്ട് 0.5 2 സ്ഥാനമുള്ളതുകൊണ്ട് നമ്മളിവിടെ പോയിൻ്റ് ഇട്ടു. സോ 6.25. ഓക്കെ. ഇനി 3.8 ഇൻറ്റു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.8 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10 അല്ലേ. അവിടെ ആൻസർ എത്ര വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 0.1 1.75ൻ്റെ പിന്നൊക്കെ രൂപാംശം ഏതായിരുന്നു? ഓപ്ഷൻ എ 7/4 85. ഓക്കെ. നെക്സ്റ്റ് വൺ 80% ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 4.5. അടുത്തത് ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ ഡി ആണ് 200% എത്രയായിരുന്നു? അതങ്ങനെ ചെയ്യുക. 200 ഗുണം 100 20 ചെയ്ത് നോക്കിയാൽ കിട്ടും അല്ലേ. എത്ര വരും ആൻസർ? 90യുടെ ആൻസർ ഓപ്ഷൻ സി ആണ് 40 കിട്ടും ഇല്ലേ. ഓക്കെ. നെക്സ്റ്റ് വ്യത്യസ്തമായത് എഴുതുക. ഓപ്ഷൻ സി 3 ആണ്. നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം ഇല്ല അതൊന്നും എഴുതിയിരിക്കുന്നു. ഈ കോഡ് ഭാഷ എഴുതി നോക്കാം. കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും? മലപ്പുറം എന്നുള്ളത് തിരിച്ചെഴുതിയേക്കാം അല്ലേ. നോക്കാം അത് എങ്ങനെ വന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എഴുതിയത് ചെയ്യണം. നെക്സ്റ്റ് 15-66 280 അടുത്ത എത്രയാണ് വരിക? ഓപ്ഷൻ ബി ആണത്. ABCCDEGH അല്ലേ. അടുത്ത ഏതായിരിക്കും വരിക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് EFG ആണ്. സിമ്പിളായതാണ് ഇല്ല, ചെയ്യാൻ പറ്റും. 10 × 4 ഡിവൈഡ് ബൈ 5 + 5 - 2 ലഘൂകരിക്കുക. അത് ആൻസർ തെറ്റാണ്. 96 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. DEHL എന്ന് പറയുമ്പോൾ അതിൻ്റെത് ഡി കഴിഞ്ഞിട്ട് ഈ ഒരെണ്ണം വന്നില്ലേ വന്നിട്ട് അടുത്തതാണ് ഇ കഴിഞ്ഞിട്ട് EFGH ഇത് 2 കഴിഞ്ഞിട്ടാണ് എച്ച് വന്നേക്കുക. പിന്നീട് HIJK 3 കഴിഞ്ഞ് വന്നു അല്ലേ. അടുത്ത എത്ര വരാം? K കഴിഞ്ഞിട്ട് L M N O കഴിഞ്ഞിട്ട് P വന്നു. അപ്പോൾ 2 3 4 ഫസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണല്ലേ. അത് തന്നെ കേട്ടോ. ശരി. ഡോർ വുഡ് ഹൗസ് 97 എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് സിമെൻറ്റ്. ഡോർ വുഡാണെങ്കിൽ ഹൗസ് ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? സിമെൻറ്റ് കൊണ്ടാണ്. വ്യത്യസ്തമായത് കണ്ടെത്തുക. 98ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 12 14 16 ആൻസർ ഏതാ വരിക? 12. സിമ്പിളല്ലേ, 2 വീതം കൂട്ടിപ്പോയി. -12 നിന്നും -10 കുറയ്ക്കുക. -12 നിന്നും -10 കുറയ്ക്കുക. -12 നിന്നും -10 കുറയ്ക്കുക അല്ലേ. എത്ര വരുന്നു ആൻസർ? ഓപ്ഷൻ സി ആണ് -2. ഈ രണ്ടും കൂടെ പ്ലസ് ആവും. അപ്പോൾ -12 + 10 അപ്പോഴും കുറയ്ക്കുകയല്ലേ വന്നത്. അപ്പോൾ -2 തന്നെ. ഈ വലിയ സംഖ്യയുടെ ചിഹ്നം -2 തന്നെ ആവുന്നു. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ LGS എക്സാമിന് തയ്യാറെടുക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ഇട്ട് തരാമെന്നുള്ളതാണ്. അപ്പോൾ വേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏത് LGSൻ്റെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും LGS എഴുതിയെടുക്കുക അല്ലേ. മറ്റ് ഡിഗ്രി ലെവലിൽ ആരും തന്നെ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ എന്നാലും ടൈറ്റ് മത്സരം 10ാം ക്ലാസ് യോഗ്യതയുള്ള LDC എഴുതാൻ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും തന്നെ ഇവിടെയുണ്ട്, LGSയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനുണ്ട്. ഓക്കെ. താങ്ക് യു. സബ്സ്ക്രൈബ് മീ.